ഇന്ന് നല്ല നിലാവുള്ള രാത്രിയാണ്. നിലാവുള്ള രാത്രി, ഇന്ന് നിലാവെളിച്ചത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എങ്ങനെയാണ് അറബിയിൽ അത് പറയാൻ? നിലാവിന് എന്ത് പറയണം? ഓക്കെ, അതുപോലെ തന്നെ സൂര്യപ്രകാശവും നിലാവെളിച്ചവും അങ്ങനെയാണ് നമ്മൾ പറയൽ. മലയാളത്തിൻ്റെ രീതിയാണ്. അറബിയിൽ എല്ലാത്തിനൊക്കെ മാറ്റം ഉണ്ടാവും. ഈ നിലാവിന് നമുക്ക് പറയാം ലൗ ഉൽ ഖമർ എന്നാണ് പറയാം. എന്താണ് പറയാം? ലൗ അൽ ഖമർ. അതിന് നൂറുൽ ഖമർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഈ ലൗ എന്നാൽ പ്രകാശം എന്നാണ്. അതിനെ പ്ലൂറലായിട്ട് ദിയാ എന്ന് ഉപയോഗിക്കാം. ദിയാ എന്ന് പറയാം. അപ്പോൾ ദിയാ അൽ ഖമർ എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ടും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദിയാ അശംസ് വ നൂറുൽ ഖമർ അങ്ങനെയും പറയുന്നത് കേൾക്കാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ അടിസ്ഥാനപരമായി ചെറിയ ചെറിയ മൈന്യൂട്ടായ വ്യത്യാസം അവകൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ട് ഇതിനെ കൂട്ടുക. ഇത് നമുക്ക് പറയേണ്ടത് നിലാവെളിച്ചത്തെക്കുറിച്ചാണ്. അപ്പോൾ ലൗ ഉൽ ഖമർ എന്ന് പറയാം. അഹ്ന ജാലിസീൻ ഫി ലൗ ഇൽ ഖമർ. ഞങ്ങളിപ്പോൾ നിലാവെളിച്ചത്തിലിരിക്കുകയാണ്. ഖമർ എന്നാൽ ചന്ദ്രൻ എന്നാണ്. ചന്ദ്രൻ്റെ വെളിച്ചത്തിനാണ് ലൗ ഉൽ ഖമർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പൂർണ്ണ ചന്ദ്രൻ വേറെ ഒരു പേരാണ് ബദർ. ഹാദ യോമുൽ ബദർ. ഇന്ന് എന്താണ് ഒരു അൽ ഖമറുൽ അൽ ബദറുൽ മുനീർ എന്നൊക്കെ പറയും. എന്നാൽ പ്രകാശിക്കുന്ന പൂർണ്ണ ചന്ദ്രൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെ നിലാവിനെക്കുറിച്ച് പറഞ്ഞു. ഇനി സൂര്യാഘാതം, സൂര്യൻ്റെ ചൂടിന് എന്താ പറയുക? സൂര്യൻ എന്ന് പറയുന്നത് ഷംസ് എന്ന് പറയും. ചന്ദ്രന് ഖമർ എന്നും സൂര്യന് ഷംസ് എന്ന് പറയും. അപ്പോൾ ഷംസ് സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ ചൂട് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് പറഞ്ഞാൽ മതി? ദിയാ ഷംസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ സാധാരണ പറയുന്ന മറ്റു നൂറു ഷംസ്, നൂറെന്നും പറയാം, പക്ഷേ ദിയാ ഷംസ് എന്നാണ് കൂടുതൽ പറയാറുള്ളത്. അതിൻ്റെ കൂടെ പിന്നെ ഇന്ന് വെയിൽ നല്ല ചൂടുണ്ട്. അതും പലർക്കും സംശയം ഉണ്ടാവും. ഇന്ന് വെയിൽ എന്ന് പറയും. നേരത്തെ നമ്മൾ നിലാവെന്ന് പറഞ്ഞതുപോലെ മലയാളത്തിലൊരു വെയിൽ എന്ന് പറയും. വെയിലിനും ഷംസ് എന്ന് തന്നെ പറയാം. ഇന്ന് വെയിൽ നല്ല ശക്തമാണ്. ഇങ്ങനെ പറയാം അല്യോം ഷംസ് ഷദീദ് എന്ന് പറയും. അത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അല്യോം ഷംസ് ഷദീദ് എന്ന് പറയും. അപ്പം സൂര്യൻ്റെ വെളിച്ചത്തിനും ഷംസ് എന്ന് ഉപയോഗിക്കുന്ന ശീലം സംസാര ഭാഷയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ നല്ല കഠിനമായ ചൂടിൽ ദർബത്തു ഷംസ്, സൂര്യാഘാതം, ദർബത്തു ഷംസ്, സൂര്യാഘാതം സംഭവിച്ചു എന്നൊക്കെ പറയാം. അലിയോം ഹർ ഷദീദ്, അലിയോം ഷംസ് ഷദീദ്. ഇന്ന് സൂര്യൻ്റെ ചൂട് ശക്തമാണ്. അലിയോം ഷംസ് ഷദീദ് എന്ന് ശക്തമായ സൂര്യൻ്റെ ചൂടാണ്. ദർബത്തു ഷംസ് അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതോടൊപ്പം തന്നെ നിഴൽ. അപ്പം നമ്മൾ 3 കാര്യമാണ് പറഞ്ഞു. ഒന്ന് നിലാവ്, മറ്റൊന്ന് സൂര്യൻ്റെ പ്രകാശം, മൂന്നാമത്തെ ഒന്ന് നിഴലാണ്. നിഴലിന് അറബിയിൽ എന്താ പറയുക? ലില്ല് എന്നാണ് പറയുക. ലില്ല് ഫി ലില്ല് ഹിനാക്ക് തആല യാ ഹബീബി ഹിന ഫി ലില്ല്. അവിടെ നിൽക്കണ്ട. ഹിനാക്ക് ഷംസ് ഷദീദ്, അവിടെ നല്ല വെയിലാണ്. ഹിന ഫി ലില്ല്, ലില്ല് ഷജർ, മരത്തിൻ്റെ തണലുണ്ട്. ലാസിമിൻ തജ്ലിസ് ഫി ലില്ല്, നീ പിന്നെ നിഴലിൽ ഇരിക്കണം. നിഴലാണ് അല്ലിൽ സായിൽ, നീങ്ങിപ്പോകുന്ന നിഴലെന്ന് പറയും നിഴലിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സാധാരണ കാർമേഘങ്ങളെക്കുറിച്ച് പറയാം. സഹാബ് എന്നവർ കാർമേഘങ്ങൾക്ക്. അപ്പോൾ ലിൽ സഹാബ് യകൂൻ ഫി വസ്തന്നഹാർ ലിൽ സഹാബ്. ഈ ഉച്ച സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് മേഘത്തിൻ്റെ തണൽ കിട്ടുന്നതാണ്. ലിൽ സഹാബ്, ലിൽ ഗൈം എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെ വെളിച്ചത്തെക്കുറിച്ച് അവിടെ വേറെ ഒരു വാക്കുകൂടി നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഈ സൂര്യകിരണങ്ങൾ എന്ന് പറയുമല്ലോ. ഇപ്പോൾ ചെറിയ വെളിച്ചമൊക്കെ അകത്തേക്ക് വരുന്നുണ്ട്. അതിന് സൂര്യകിരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ആ വാക്കിന് അറബിയിൽ ഷുആ എന്ന് പറയും. ഷുആ ഷംസ് യദ്ഖുൽ മിനൽ ബാബ്, വാതിലിലൂടെ എന്താക്കുന്നുണ്ട്? ഷുആ ഷംസ്, സൂര്യകിരണങ്ങൾ അകത്തേക്ക് കിടക്കുന്നു. ഈ ഷുആ എന്ന് പറയുന്നത് അഷിഅ എന്നാണ് അതിൻ്റെ പ്ലൂറൽ. അഷിഅ അത് തന്നെയാണ്. നമ്മൾ എക്സ്റേ എടുക്കുമല്ലോ, എക്സ്റേക്ക് സത്യം പറഞ്ഞാൽ കിരണങ്ങളാണ് കടത്തിവിടുന്നത്. അവിടെയും അഷിഅ എന്ന് പറഞ്ഞാൽ എക്സ്റേ എന്നതിൻ്റെ പേര് തന്നെ അതാണ്. അങ്ങനെയാണ് അത് പറയാനുള്ള കാരണം. ഓക്കെ, ഏതായിരുന്നാലും ധാരാളം വാക്കുകൾ നമ്മൾ അറിയാതെ പഠിച്ചിട്ടുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം ധാരാളം വാക്കുകൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അറബി ഭാഷ അറബികളെപ്പോലെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അറബിക് യൂണി എല്ലാ ആഴ്ചയിലും പുതിയ വെബിനാർ നടത്തുന്നുണ്ട്. അതിൽ
മറക്കാതെ പങ്കുചേരുക. ശുക്രൻ. മഅസ്സലാമ.